നമസ്കാരം. TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്ഡൌൺ വീണ്ടും നീട്ടി. മെയ് 23 വരെയാണ് ലോക്ഡൌൺ നീട്ടിയത്. സംസ്ഥാനത്ത് രോഗവ്യാപനം കൂടിയ സാഹചര്യത്തിലാണ് ലോക്ഡൌൺ നീട്ടിയത്. മലപ്പുറം അടക്കം 3 ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ. സംസ്ഥാനത്ത് നിന്ന് 34,694 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,31,375 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.41. താനാളൂരിൽ രോഗബാധിതരുടെ എണ്ണം ദിനം പ്രതി കൂടുന്നു. നിലവിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 400 അടുത്തു. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ, അതീവ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട്. മലപ്പുറം അടക്കമുള്ള 5 ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിലെ തീരദേശ പ്രദേശങ്ങളായ കൂട്ടായി, വെട്ടം, താനൂർ എന്നിവിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായി. വീടുകളിൽ വെള്ളം കയറി. കൂട്ടായിയിൽ 20 മീറ്ററോളം കര കടലെടുത്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലോക്ഡൌൺ വീണ്ടും നീട്ടി. മെയ് 23 വരെയാണ് ലോക്ഡൌൺ നീട്ടിയത്. സംസ്ഥാനത്ത് രോഗവ്യാപനം കൂടിയ സാഹചര്യത്തിലാണ് ലോക്ഡൌൺ നീട്ടാൻ തീരുമാനമായത്. മലപ്പുറം അടക്കം 3 ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്ഡൌൺ മെയ് 23 വരെ നീട്ടുകയാണ്. രോഗം നിയന്ത്രണ വിധേയമാകാത്ത രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഇടങ്ങളിൽ കടുത്ത നിയന്ത്രണം വേണ്ടിവരും. തിരുവനന്തപുരം, തൃശൂർ, എറണാകുളം, മലപ്പുറം എന്നീ ജില്ലകളിൽ 16-ന് ശേഷം ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്താനാണ് തീരുമാനം. സംസ്ഥാനത്ത് ലോക്ഡൌൺ മെയ് 23 വരെയാണ് നീട്ടിയത്. തിരുവനന്തപുരം, തൃശൂർ, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 16-ന് ശേഷം ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കോവിഡ് രോഗവ്യാപനത്തിന്റെ തോത് കുറയാത്തതിനാലാണ് ലോക്ഡൌൺ നീട്ടിയത്. ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ ലോക്ഡൌൺ നീട്ടണമെന്ന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. മെയ് മാസം കേരളത്തിന് അതിനിർണായകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരമാവധി ശ്രദ്ധ പുലർത്തിയാൽ മരണം കുറച്ചു നിർത്താനാകും. മഴ ശക്തമായാൽ രോഗവ്യാപനം കൂടാനുള്ള സാഹചര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡ് അവലോകന യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് നിന്ന് 34,694 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,31,375 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.41. ആകെ മരണം 6,243 ആയി. സംസ്ഥാനത്ത് ഇന്ന് 34,694 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 31,319 പേർ രോഗമുക്തി നേടി. ആകെ ചികിത്സയിലുള്ളവർ 4,42,194 രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 16,36,790 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,31,375 സാമ്പിളുകളാണ് പരിശോധിച്ചത്. തിരുവനന്തപുരം 4,567, മലപ്പുറം 3,997, എറണാകുളം 3,855, തൃശൂർ 3,162, കൊല്ലം 2,992, പാലക്കാട് 2,948, കോഴിക്കോട് 2,760, കണ്ണൂർ 2,159, ആലപ്പുഴ 2,149, കോട്ടയം 2,043, ഇടുക്കി 1,284, പത്തനംതിട്ട 1,204, കാസർഗോഡ് 1,092, വയനാട് 482 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.41. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 93 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 6,243 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 258 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നും വന്നവരാണ്. 32,248 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,076 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 112 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 31,319 പേർ രോഗമുക്തി നേടി. 4,018 പേരാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മലപ്പുറം ജില്ലയിൽ വെള്ളിയാഴ്ച 3,997 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 38.2% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. മലപ്പുറം ജില്ലയിൽ വെള്ളിയാഴ്ച 3,997 പേർക്ക് COVID-19 വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സെക്കിന് അറിയിച്ചു. 38.2% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരാകുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല. 3,775 പേർക്കാണ് വെള്ളിയാഴ്ച നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായത്. 122 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന 3 പേർക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 95
255 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച 3981 പേർ രോഗവിമുക്തരായി. ഇവരുൾപ്പെടെ ജില്ലയിൽ ഇതുവരെ രോഗമുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയവരുടെ എണ്ണം 1,73,996 സർക്കാർ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് വിവിധ സർക്കാർ വകുപ്പുകളുമായും ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുമായും ചേർന്ന് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിൽ തുടരുകയാണ്. ജില്ലയിൽ ഇതുവരെ 739 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് തിരൂർ നഗരസഭ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി. നിലവിൽ 602 രോഗബാധിതരാണ് നഗരസഭയിലെ പരിധിയിലുള്ളത്. കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് തിരൂർ നഗരസഭയിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രാബല്യത്തിൽ വന്നു. 602 കോവിഡ് ബാധിതരാണ് നിലവിൽ നഗരസഭാ പരിധിയിലുള്ളത്. വാർഡ് 32 തൃക്കണ്ടിയൂർ നിലവിൽ കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നു. പ്രദേശത്ത് മാത്രം 52 കോവിഡ് ബാധിതരാണ് ഉള്ളത്. തിരൂർ തുഞ്ചംപറമ്പിന് സമീപത്തെ ഡൊമിസിലറി കെയർ സെന്ററിൽ 8 കോവിഡ് ബാധിതരാണ് നിലവിലുള്ളത്. കോവിഡ് വ്യാപനം തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയതായി നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അറിയിച്ചു. താനാളൂർ രോഗബാധിതരുടെ എണ്ണം ദിനം പ്രതി കൂടുന്നു. നിലവിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 400 അടുത്തു. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ സെൽ പ്രവർത്തനം ആരംഭിച്ചു. താനാളൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ദിനംപ്രതി കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ആശങ്കയ്ക്കിടയാക്കുകയാണ്. നിലവിൽ രോഗബാധിതരുടെ എണ്ണം 400-നടുത്താണ്. 398 പേരാണ് നിലവിൽ പഞ്ചായത്ത് പരിധിയിൽ രോഗബാധിതരായിട്ടുള്ളത്. പല വാർഡുകളിലും രോഗബാധിതരുടെ എണ്ണം കൂടി വരികയാണ്. ഈ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. 3 സെക്ടർ മജിസ്ട്രേറ്റുമാരുടെ കീഴിൽ പരിശോധന കർശനമാക്കി. കൂടാതെ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പോലീസും നടപടി കർശനമാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ സെൽ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് സംബന്ധമായ വിഷയങ്ങൾക്ക് ഏത് സമയവും കൺട്രോൾ സെല്ലിന്റെ 0494 20 80 599 നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കോവിഡ് ബാധിതരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും മറ്റുമായി പഞ്ചായത്തിൽ ആംബുലൻസ് സേവനം ലഭ്യമാണ്. കൂടാതെ സ്വകാര്യ മേഖലയിൽ 10-ലധികം വാഹനങ്ങളും സജ്ജമാക്കിയതായും ടെസ്റ്റിനടക്കം പോകുന്നതിനും മറ്റും ഈ വാഹനങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കോവിഡ് പരിശോധനയ്ക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. രോഗലക്ഷണമുള്ളവർ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം അറിയിച്ചു. രോഗബാധിതരുടെ എണ്ണം കൂടി വരുന്നതിനാൽ സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ, അതീവ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. മലപ്പുറം അടക്കമുള്ള 5 ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ NDRF ടീം കേരളത്തിലെത്തും. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് തീവ്ര ന്യൂനമർദ്ദമാകും. ഞായറാഴ്ചയോടെ ചുഴലിക്കാറ്റാകും. മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശും. തൗട്ടെ ചുഴലിക്കാറ്റ് കേരള, കർണാടക, ഗോവ തീരങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകും. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും കനത്ത മഴയുണ്ടാകും. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും മലയോര മേഖലയിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. തിരുവനന്തപുരത്ത് ഇന്നലെ വൈകുന്നേരം മുതൽ ശക്തമായ മഴയുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും കൂട്ടായി പടിഞ്ഞാറേക്കര ഭാഗങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായി. കടൽക്ഷോഭത്തിൽ 20 മീറ്ററോളം കര കടലെടുത്തായി പ്രദേശവാസികൾ പറഞ്ഞു. ശക്തമായ കാറ്റിലും മഴയിലുമാണ് കൂട്ടായി പടിഞ്ഞാറേക്കര ഭാഗങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായത്. കടൽക്ഷോഭത്തിൽ 20 മീറ്ററോളം കര കടലെടുത്തതായി പ്രദേശവാസികൾ പറഞ്ഞു. കടൽക്ഷോഭം ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നും ഇവർ പറഞ്ഞു. മംഗലം പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമായ പള്ളിവളപ്പ് മുതൽ പുറത്തൂർ പഞ്ചായത്തിലെ മൂന്നങ്ങാടി പ്രദേശങ്ങൾ വരെ കടൽ ഭിത്തിയില്ലാത്തതും പ്രദേശവാസികൾ ഭീതിയുണർത്തുന്നു. ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് മുന്നോടിയായി കടലാക്രമണം ശക്തമാവുമെന്ന് നേരത്തെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊന്നാനി വെളിയങ്കോട്ടിൽ കടലാക്രമണം ശക്തമായതോടെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. കടൽക്ഷോഭം സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇല്ലല്ലോ. ഈ ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കടൽ ക്ഷോഭിക്കുന്നത്. ഈ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ തീരദേശ മേഖലയായ പടിഞ്ഞാറക്കര മുതൽ തീരദേശ പഞ്ചായത്തുകളായ പുറത്തൂർ, മംഗലം, വെട്ടം പഞ്ചായത്തുകളാണ് നമ്മൾ തിരൂർ പരിസരത്ത് വരുന്ന പഞ്ചായത്തുകൾ. ഇതിൽ നമ്മുടെ ഈ പ്രദേശത്ത് കടൽഭിത്തി അഴിമുഖം മുതൽ മൂന്നങ്ങാടി വരെ കടൽഭിത്തിയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് മംഗലം പഞ്ചായത്തിൻ്റെ ഭാഗമായ വാടിക്കൽ, പള്ളിവളപ്പ് വരെയാണ് കടൽഭിത്തിയുടെ കുറവ് കാണുന്നത്.
ഈ പ്രദേശത്തുകൂടെ കടൽ ഭിത്തി വരുന്നതോടുകൂടെ വെള്ളം കരയിലേക്ക് കയറുന്നത് പരമാവധി പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കടൽ ഭിത്തി ഉള്ള ഭാഗങ്ങളിൽ ഇവിടെ കടൽക്ഷോഭം ബാധിക്കുന്നില്ല ജനങ്ങളെ. അപ്പോൾ അങ്ങനൊരു സംവിധാനം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കടലിൽ നിന്നുള്ള വെള്ളം കരക്ക് കയറുന്ന ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. ഒരു 20 മീറ്ററോളം കടൽ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഈ തീരദേശ ഈ ഭാഗങ്ങളിൽ തന്നെയാണ് കുട്ടികൾ പന്ത് കളിക്കാറുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. അത്രയും അവർ കളിക്കുന്ന ഒരു ഭാഗമാണ് കടലെടുത്തിപ്പോൾ പോയിട്ടുള്ളത്. താനൂർ തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം. എടക്കാപ്പുറം ഭാഗത്ത് 30-ലധികം വീടുകളിലേക്ക് വെള്ളം കയറി. 2 വീടുകൾ തകർന്നു. 5ഓളം വീടുകൾ ഏതു നിമിഷവും കടലെടുക്കുമെന്ന ഭീഷണിയിൽ. കടൽ ഭിത്തി കെട്ടാനുള്ള നടപടി എങ്ങും എത്തിയില്ല. ജിയോ ബാഗ് സ്ഥാപിച്ചതും പരിഹാരമായില്ല. നിയുക്ത MLA വി അബ്ദുറഹിമാൻ സ്ഥലം സന്ദർശിച്ചു. താനൂർ തീരമേഖലയിൽ ശക്തമായ കടൽക്ഷോഭം. എടക്കടപ്പുറം ഭാഗത്ത് കടൽക്ഷോഭത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 2 വീടുകൾ തകർന്നു. കൊടാപ്പീടിയക്കൽ ഹലീമ, മാമനകത്ത് റഷീദ് എന്നിവരുടെ വീടുകളാണ് തകർന്നത്. 5ഓളം വീടുകൾ ഏതു നിമിഷവും കടലെടുക്കുമെന്ന ഭീതിയിലാണ്. പ്രദേശത്ത് കടൽഭിത്തി ഇല്ലാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നത്. 200 മീറ്ററോളം വരുന്ന ഭാഗത്ത് കടൽഭിത്തി കിട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഭിത്തി കെട്ടുന്നതിന് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. ഞങ്ങളെ സ്ഥലവും വീടും പെരയും ഒക്കെ പോയി. ഇത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ കടലിൽ കയറും. ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ഓരോ മെമ്പർമാർ വരും, അവർ നോക്കി പോകും. ഒരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്യല്? കഴിഞ്ഞ പ്രാവശ്യം MLA വന്നിട്ടില്ല. അതിൻ്റെ മുമ്പിലെ പ്രാവശ്യം ഇവിടെ MLA വന്നു. കുട്ടികളും എല്ലാവരും കൂടെ ഓടിച്ച് ആ MLA-നെ. ഇപ്രാവശ്യം MLA വന്ന് ഞങ്ങൾ ഈ വീടും സ്ഥലവും പറമ്പൊക്കെ നോക്കാൻ വരുമ്പോഴത്തേനും MLA-നെ ഈ ഇവിടുത്തെ കുട്ടികൾ, ലീഗിൻ്റെ കുട്ടികൾ അവരെ ഓടിച്ച് എന്തിന് വന്ന് ഏതിന് വന്നെന്നും പറഞ്ഞിട്ട് ഓടിച്ച് ഞങ്ങൾക്കൊരു വിഷമം പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല. വെള്ളമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളം അത് ഒരു പാർട്ടി ജയിച്ചാൽ പറയും ഞങ്ങൾ തരൂല, മറ്റേ ലീഗിൻ്റെ അടുത്തല്ലേ. ലീഗുകാർ പറയും ഞങ്ങൾ ജയിച്ചിട്ടില്ല, മാർക്കിസ്റ്റാൻ ജയിച്ചത് മാർക്കിസ്റ്റിൻ്റെ അടുത്തല്ലേ. ഞങ്ങൾ ഈ സാധാരണക്കാരെന്ത് ഇവരെ ജയിപ്പിക്കാൻ നമ്മളെ വോട്ട് കൊണ്ട് നമ്മൾ കൊടുത്തിട്ട് ജയിക്കേണ്ടി വരും. പിന്നെ നമ്മളങ്ങനെ ഇട്ട് ഒരു കുടിവെള്ളം കിട്ടാനിട്ട് ഞങ്ങളിതാ നിങ്ങൾ കുടിച്ചു നോക്കി. ഞങ്ങളിത് ഉപ്പ് വെള്ളം ഞങ്ങൾ എന്ത് ചെയ്യല്? ഓരോ വർഷവും കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് അധികൃതർ സന്ദർശിക്കാറുണ്ടെങ്കിലും ഭിത്തി കെട്ടുന്നതിനുള്ള നടപടി ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഒരുപാട് വർഷമായി താനൂരിൻ്റെ തീരദേശത്ത് ശക്തമായ കടലാക്രമണം കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. പലതവണ അധികാരികളോടും ഈ പ്രദേശത്തിൻ്റെ MLA-യോടും കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ഒരു വേള ശക്തമായ കടലാക്രമണം കൊണ്ട് തന്നെയാണ് നിരവധി വീടുകൾ കടലെടുക്കുമെന്നൊരവസ്ഥ വന്നപ്പോഴാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, ഈ തീരവാസികൾ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയോടും സ്ഥലം MLA-യോടും വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടും വർഷം 5 കഴിഞ്ഞിട്ടും ഒരു നടപടികളും എടുക്കാതെ വലിയ പ്രയാസത്തിലാണ് ഈ തീരത്തെ ജനങ്ങൾ വസിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സർക്കാരിന് ഉത്തരവാദിത്തം എന്നത് ഒരു പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു സർക്കാരും ഒരു MLA മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. നിരവധി വീടുകളാണ് ഏത് സമയം കടലെടുക്കാമോ. ഒരു വീട് കടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നിരവധി വീടുകൾ ഏകദേശം താനൂരിൻ്റെ തീരദേശത്ത് ഈ എടക്കടപ്പുറം പ്രദേശത്ത് 50ഓളം വീടുകൾ മാറി താമസിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നിരുത്തരപരമായ നിലപാടാണ് MLA-ൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇവിടെ ഒന്ന് ഈ വിഷയത്തിന് ഒരു അടിയന്തര പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ഒരു നടപടിയും MLA-ൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നത് ഖേദകരമാണ്. ഈ തീരവും താനൂരിൻ്റെയും ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന് MLA ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തീരവാസികൾക്ക് പറയാനുള്ളത്. കടൽക്ഷോഭമുണ്ടായ പ്രദേശങ്ങൾ നിയുക്ത MLA വി അബ്ദുറഹ്മാൻ സന്ദർശനം നടത്തി. അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. കടൽ ഭിത്തി കെട്ടുന്നതിന് ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായെങ്കിലും പ്രവൃത്തി തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. തീരദേശ പഞ്ചായത്തായ വെട്ടത്ത് കടലാക്രമണം രൂക്ഷമായതോടെ തീരദേശത്ത് താമസിക്കുന്ന വീടുകളിൽ വെള്ളം കയറി. വാക്കാട് അഴീക്കൽ സ്വദേശികളായ പള്ളാത്ത് കഞ്ഞിമോൻ, പള്ളിക്കൽ നിസാർ എന്നിവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. വ്യാഴാഴ്ച ഉച്ചയോടെയുണ്ടായ കടലാക്രമണത്തിലാണ് വെള്ളം കയറിയത്.
തീരദേശ പഞ്ചായത്തായ വെട്ടത്ത് കടലാക്രമണം രൂക്ഷമായതോടെ തീരദേശത്ത് താമസിക്കുന്ന വീടുകളിൽ വെള്ളം കയറി. വാക്കാട് അഴീക്കോട് സ്വദേശികളായ പള്ളാത്ത് കഞ്ഞിമോൻ, പള്ളിക്കൽ നിസാർ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. വെള്ളിയാഴ്ച ഉച്ചയോടെയുണ്ടായ കടലാക്രമണത്തിലാണ് വെള്ളം കയറിയത്. വാക്കാട് കടപ്പുറത്തെ നിരവധി ഷെഡുകളും കടലോരത്തെ തെങ്ങുകളും കടലെടുത്തു. പറവണ്ണ വേളാപുരത്ത് കടൽക്കരയിൽ കയറ്റിയിരുന്ന പക്കീച്ചിന്റെ പുരക്കൽ ഷംസുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള ഫൈബർ വള്ളത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഇവിടെ കടലിൽ കൂടാൻ കാരണം തെക്കുന്നായിരുന്നു കാറ്റും മഴയും കൂടുതലായിട്ട് വന്നിരുന്നത്. പക്ഷെ ഇന്നലെ ഞങ്ങളെല്ലാവരും വഞ്ചി ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് അവിടെ നിന്നുകൊണ്ട് കല്ലിൻ്റെ മുകളിൽ കൂടെ കുറേ കൊടുന്ന് വെച്ചു. പക്ഷെ ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഭയങ്കര തിരയായിരുന്നു. ആ തിരക്ക് ഞങ്ങൾക്ക് ആർക്കും പിടിച്ചിട്ട് കിട്ടിയില്ല. വഞ്ചി എല്ലാവരും ഓരോ വഞ്ചിയിട്ട് ഇങ്ങനെ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ കൊടുന്ന് വെച്ചു. കൊണ്ടുവരുമ്പോഴത്തേന് 3 വഞ്ചും കൂടി കൂട്ടിയിടിച്ചു. അതിൻ്റെ മോനുണ്ടായിരുന്നു. മോന് ഇടയിൽ പെട്ട് ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണ്. കുറേ വേദനിച്ചിട്ടുണ്ട്, എൻ്റെ കാലും വേദനിച്ചിട്ടുണ്ട്. അങ്ങനെ വേറൊരു വഞ്ചി വന്നിട്ട് കൂട്ടിയിടിച്ചു. ഞങ്ങളെല്ലാം പോട്ടെ ആകെ പ്രശ്നത്തിലാണ്. കയറി ഇപ്പോൾ ഒരു കോട്ടേഴ്സിലാണ് കൊണ്ടാക്കിക്കണേ താമസാക്കിക്കണേ. ഇപ്പോൾ അവിടെയും ഇപ്പോൾ കയറിക്കണേ. ഇപ്പോൾ കുറേ മരങ്ങളൊക്കെ തെങ്ങുകളൊക്കെ പോയിക്കണേ. അപ്പോൾ വർഷക്കാലം അല്ലാത്ത ഇപ്പോൾ ഒരു വേനൽക്കാലമാണ്. ഇങ്ങനത്തെ ഒരു സാധാരണ ഉണ്ടാവലില്ല. വർഷക്കാലത്ത് പോലും ഇങ്ങനെ ഉണ്ടാവലില്ല. അങ്ങനത്തെ സ്ഥാനത്താണ് ഇപ്പോൾ കാലവർഷം വേറെ രൂപത്തിൽ വന്നിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി, സെക്രട്ടറി അബു ഫൈസൽ, വില്ലേജ് ഓഫീസർ എം രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ സൈനുദ്ദീൻ, കളരിക്കൽ റിയാദ് തുടങ്ങിയവർ കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങൾ സന്ദർശിച്ചു. കടലാക്രമണ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ മാറ്റി താമസിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി, വില്ലേജ് ഓഫീസർ എം രവീന്ദ്രൻ എന്നിവർ പറഞ്ഞു. മംഗലം പഞ്ചായത്തിന്റെ തീരദേശ അതിർത്തി പ്രദേശമായ പള്ളിവളപ്പ് വാടിക്കലിൽ കടലോരത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ആരോഗ്യ ഭീഷണി നേരിടുമ്പോഴും നടപടിയെടുക്കാതെ അധികൃതർ. ഇരുട്ടിന്റെ മറവിലാണ് പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. മംഗലം ഗ്രാമപഞ്ചായത്തിന്റെ തീരദേശ അതിർത്തി പ്രദേശമായ പള്ളിവളപ്പ് വാടിക്കലിലാണ് കടലോരത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ആരോഗ്യ ഭീഷണി ഉയർന്നത്. 15-ാം വാർഡ് ആരോഗ്യ ജാഗ്രതാ ബോർഡിന്റെ തൊട്ടു താഴെയാണ് സംഭവം. പുറത്തുനിന്നുള്ളവർ ഇരുട്ടിന്റെ മറവിലാണ് ഇത്തരം കൊള്ളരുതായ്മകൾ ചെയ്യുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. പള്ളിവളപ്പ് മുതൽ മൂന്നങ്ങാടി വരെ കടൽ ഭിത്തിയില്ലാത്തതിനാൽ ഇവിടങ്ങളിൽ കടലിലേക്ക് മാലിന്യം തള്ളുന്നതായി പരാതിയുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്ന് മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നു മുതൽ 3 ദിവസം അതിശക്തമായ കാറ്റുമഴയും ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കോവിഡ് ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രികളിലും ഓക്സിജൻ ലഭ്യമാകുന്നതിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലും വൈദ്യുതി തടസ്സമില്ലാതെ ഇരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോവിഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ജനറേറ്റർ അല്ലെങ്കിൽ റിഡൻഡന്റ് പവർ സോഴ്സുകൾ സ്ഥാപിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വൈദ്യുതി ബന്ധത്തിന് തകരാറ് വരുന്ന മുറയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ, ആവശ്യമായ ടാസ്ക് ഫോഴ്സുകൾ തുടങ്ങിയവ മുൻകൂട്ടി സജ്ജമാക്കുന്നതിന് വൈദ്യുതി ബോർഡിനോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നില്ലെന്ന വൈദ്യുതി വകുപ്പും ആരോഗ്യവകുപ്പും ഉറപ്പുവരുത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിൽ പറയുന്നു. ഇതിനോടൊപ്പം ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കളക്ടറേറ്റ് കൺട്രോൾ റൂമുകൾ, മറ്റ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ എന്നിവിടങ്ങളിലും വൈദ്യുതി തടസ്സം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന നിർദ്ദേശമുണ്ട്. ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും കൺട്രോൾ റൂമുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാർ ഉറപ്പുവരുത്തണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിൽ പറയുന്നു. ഈ ലോക്ക്ഡൌൺ സമയത്തും മനുഷ്യരെ പോലെ തന്നെ സഹജീവികളും ദുരിതത്തിലാണ്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ സഹജീവികൾക്കും ഭക്ഷണം നൽകിക്കൊണ്ടാണ് പോരുൾ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ പെരുന്നാൾ ആഘോഷിച്ചത്. ഈ ലോക്ക്ഡൌൺ സമയത്ത് മനുഷ്യരെ പോലെ തന്നെ സഹജീവികളും ദുരിതത്തിലാണ്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ സഹജീവികൾക്കും ഭക്ഷണം നൽകിയാണ് പോരൂർ VM HMLP സ്കൂൾ ഇത്തവണ ചെറിയ പെരുന്നാൾ ആഘോഷം സ്നേഹസ്പർശം ശ്രദ്ധേയമാക്കിയത്. കൊറോണ എന്ന മഹാമാരി ദുരിതത്തിലാകുമ്പോഴും ലളിതമായ രീതിയിൽ ആഘോഷിക്കുന്ന പെരുന്നാളിൽ അതിഥികളായി സഹജീവികളെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കുട്ടികളും അധ്യാപകരും. ഈ ലോക്ക്ഡൌൺ സമയത്ത് മനുഷ്യനെ പോലെ തന്നെ സഹജീവികളും ദുരിതത്തിലാണെന്ന് കുട്ടികൾ പറയുന്നു. ഒരു നേരത്തെ ആഹാരത്തിനായി അവരും പ്രയാസപ്പെടുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ തന്നെ പോലെ സഹജീവികളെയും സന്തോഷിപ്പിക്കണമെന്ന വലിയ സന്ദേശമാണ് ഈ പ്രവർത്തനത്തിലൂടെ സ്കൂൾ സമൂഹത്തിന് നൽകുന്നത്.
പരിപാടിയിൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികൾക്ക് നേതൃത്വം നൽകി. തിരൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ തുഞ്ചൻ പറമ്പിന് സമീപമുള്ള ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ 45 കുട്ടികളുടെ കുടുംബങ്ങൾക്ക് JCI തിരൂർ ലെജൻസിന്റെ ആഭിമുഖ്യത്തിൽ നന്മ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പലചരക്ക് സാമഗ്രികൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. തിരൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ തുഞ്ചൻ പറമ്പിന് സമീപമുള്ള ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ 45 കുട്ടികളുടെ കുടുംബങ്ങൾക്കാണ് JCI തിരൂർ ലെജൻസിന്റെ ആഭിമുഖ്യത്തിൽ നന്മ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പലചരക്ക് സാമഗ്രികൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്ത JCI ഇന്ത്യൻ മുൻ മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. വിക്രം കുമാറും JCI തിരൂർ ലെജൻഡ് വൈസ് പ്രസിഡന്റ് രാജീവ് കുളങ്ങരയും ചേർന്ന് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ അധ്യാപിക ഷീജ ടീച്ചർ കിറ്റുകൾ ഏറ്റുവാങ്ങി. തുടർന്ന് രക്ഷകർത്താക്കൾക്ക് ടീച്ചർ കിറ്റുകൾ കൈമാറി. കോവിഡ് ലോക്ക്ഡൌൺ മൂലം ദുരിതം അനുഭവിക്കുന്ന 45 കുടുംബങ്ങൾക്ക് ഇതൊരു ആശ്വാസമാവുകയാണ്. ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പള്ളിയിൽ ജുമാ നമസ്കാരം നടത്താനെത്തിയവർക്കെതിരെ താനൂർ പോലീസ് കേസെടുത്തു. ലോക്ക്ഡൌൺ ലംഘിച്ച് പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ ഉടമകൾക്കെതിരെയും കേസെടുത്തു. താനൂർ ടൗണിലുള്ള മസ്ജിദ് സലാം പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയ 19 പേർക്കെതിരെയാണ് കേസെടുത്തത്. ലോക്ക്ഡൌൺ ലംഘിച്ച് പ്രാർത്ഥന നടത്തുന്നുവെന്ന വിവരത്തെ തുടർന്ന് താനൂർ DYSP MY ഷാജി, SHO ജീവൻ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്നാണ് പള്ളിയിലെത്തിയ 19 പേർക്കെതിരെ കേരള എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് പ്രകാരം കേസെടുത്തത്. DYSP MY ഷാജിയുടെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. 28 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ലോക്ക്ഡൌൺ ലംഘിച്ച് തുറന്നു പ്രവർത്തിച്ച ഓലപ്പീടികയിലെ ഹാർഡ്വെയർസ് ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. അവശ്യ സാധനങ്ങളുടെ വിൽപ്പന എന്ന പേരിൽ താനാളൂർ അരീക്കാട് തുറന്നു പ്രവർത്തിച്ച സ്റ്റേഷനറി കട പരിശോധിച്ചതിനെ തുടർന്ന് നിരോധിച്ച പുകയില ഉൽപ്പന്നമായ ഹാൻസ് പിടികൂടി. കടയുടമ വടക്കനിയിടത്ത് അബ്ദുൽ സലാമിനെതിരെ കേസെടുത്തു. ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്കെതിരെ രഹസ്യമായി നിരീക്ഷിക്കാൻ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ടെന്നും ക്വാറന്റൈൻ ലംഘനം കണ്ടാൽ കേസ് രജിസ്റ്റർ ചെയ്ത് കർശന നടപടി സ്വീകരിക്കുമെന്നും DYSP MY ഷാജി അറിയിച്ചു. തലക്കാട് പഞ്ചായത്ത് വാർഡ് 12 പൊതുസ്ഥലങ്ങൾ സഖാവ് ലാൽഗർ ബാബ മെമ്മോറിയൽ ലൈബ്രറി പ്രവർത്തകർ പെരുന്നാൾ ദിനത്തിൽ ശുചീകരണം നടത്തി. തലക്കാട് പഞ്ചായത്തിലെ വാർഡ് 12 പൊതുസ്ഥലങ്ങളാണ് സഖാവ് ലാൽഗർ ബാബ മെമ്മോറിയൽ ലൈബ്രറി പ്രവർത്തകർ പെരുന്നാൾ ദിനത്തിൽ ശുചീകരണം നടത്തിയത്. CP രവി, CK നസീം, അഷ്റഫ് പാനയിൽ, ഫൈസൽ T, അബൂബക്കർ എന്നിവർ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പ്രദേശത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വോളണ്ടിയർമാർ സേവനം, ആംബുലൻസ്, വീടുകളിലെ അണുനശീകരണം മുതലായവയ്ക്കായി പ്രദേശവാസികൾക്ക് ലൈബ്രറിയുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. കോവിഡ് 2ാം തരംഗം രൂക്ഷമായതിനെ തുടർന്ന് ആഘോഷങ്ങൾക്ക് പരിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ കരുതലിന്റെ ചെറിയ പെരുന്നാൾ സന്ദേശവുമായി DYFI കൂട്ടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിഷ് മാർക്കറ്റ്, ഫ്രൂട്ട് സ്റ്റാൾ, വെജിറ്റബിൾ സ്റ്റാൾ ഉൾപ്പെടെയുള്ള കൂട്ടായിലെ വിവിധ സ്ഥലങ്ങളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കോവിഡ് 2ാം തരംഗം രൂക്ഷമായതിനെ തുടർന്ന് ആഘോഷങ്ങൾക്ക് പരിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ കരുതലിന്റെ ചെറിയ പെരുന്നാൾ സന്ദേശവുമായാണ് DYFI കൂട്ടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കാലത്ത് അവശ്യ സാധനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ എത്തിച്ചേരുന്ന ഫിഷ് മാർക്കറ്റ്, ഫ്രൂട്ട് സ്റ്റാൾ, വെജിറ്റബിൾ സ്റ്റാൾ ഉൾപ്പെടെയുള്ള കൂട്ടായിലെ വിവിധ ഭാഗങ്ങളിൽ അണുനശീകരണ പ്രവർത്തനം നടത്തിയത്. കോവിഡ് കാലത്ത് നിരവധിയാർന്ന പ്രവർത്തനങ്ങളാണ് യൂത്ത് ബ്രിഗേഡിന്റെ കീഴിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. തൊട്ടടുത്ത ദിവസം തന്നെ ജനങ്ങൾക്ക് സഹായമാകുന്ന സ്നേഹവണ്ടിയും 24 മണിക്കൂറും പ്രവർത്തനം സജ്ജമായ കൺട്രോൾ റൂമും ആരംഭിക്കുന്നുണ്ടെന്ന് DYFI കൂട്ടായി മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. BK തുഫേർ, ഫഹദ് KP, ഇസ്മായിൽ PP, ആബിദ് AV, റിയാസ് PC, ഷിബിൽ തുടങ്ങിയവർ അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 2ാം തരംഗം രൂക്ഷമായതിനെ തുടർന്ന് ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രഹരം ഏൽപ്പിച്ചപ്പോൾ തുടക്കത്തിൽ തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് DYFIയുടെ നേതൃത്വത്തിൽ വലിയ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തത്. തുടക്കത്തിൽ അതിൻ്റെ കോവിഡ് സെൻ്ററുമായി ബന്ധപ്പെട്ട വോളണ്ടിയർ ചുമതലകൾ, അതോടൊപ്പം തന്നെ ശവസംസ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അവശ്യ സാധനങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ലൈന് തുടങ്ങിയ ഒട്ടനേകം പ്രവൃത്തികൾ നമ്മൾ ചെയ്തു തീർത്തു. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ MLAയുടെ ശ്രമഫലമായി നമുക്ക് ഇവിടെ മനുഷ്യ ശരീരത്തിലെ ഓക്സിജൻ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള പൾസ് ഓക്സിമീറ്റർ വിതരണം നടന്നിരുന്നു. അതിൻ്റെ പ്രവർത്തനവും ഇതോടൊപ്പം നടക്കുന്നു. ഇപ്പോൾ നിലവിൽ ഈ കഴിഞ്ഞ റംസാൻ സമയത്ത് ജനങ്ങൾ അവശ്യ സാധനങ്ങൾക്ക് വേണ്ടി എത്തിപ്പെട്ട മത്സ്യ മാർക്കറ്റ്, ഫ്രൂട്ട് സ്റ്റാള്, വെജിറ്റബിൾ സ്റ്റാൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അണുനശീകരണം നടത്തുകയാണ്. ഇന്ന് ഈ പെരുന്നാൾ ദിനത്തിൽ കരുതലോടുകൂടെയുള്ള ഒരു പെരുന്നാൾ ദിനം
ജനങ്ങൾക്ക് നല്ല സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ലോക്ഡൌൺ വീണ്ടും നീട്ടി. മെയ് 23 വരെയാണ് ലോക്ഡൌൺ നീട്ടിയത്. സംസ്ഥാനത്ത് രോഗവ്യാപനം കൂടിയ സാഹചര്യത്തിലാണ് ലോക്ഡൌൺ നീട്ടിയത്. മലപ്പുറം അടക്കം 3 ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ. സംസ്ഥാനത്ത് നിന്ന് 34,694 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,31,375 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.41. താനാളൂരിൽ രോഗബാധിതരുടെ എണ്ണം ദിനം പ്രതി കൂടുന്നു. നിലവിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 400 അടുത്തു. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ, അതീവ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട്. മലപ്പുറം അടക്കമുള്ള 5 ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിലെ തീരദേശ പ്രദേശങ്ങളായ കൂട്ടായി, വെട്ടം, താനൂർ എന്നിവിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായി. വീടുകളിൽ വെള്ളം കയറി. കൂട്ടായിയിൽ 20 മീറ്ററോളം കര കടലെടുത്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.